ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എങ്ങനെ സാരി ഉടുക്കുന്നെന്നാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഈ സാഹസികത കണ്ട് ആരും ഇത് കണ്ടിട്ട് ഈ സാഹസികതയ്ക്ക് ഒരുങ്ങരുത് കേട്ടോ. കാരണം നിങ്ങൾ കണ്ടു നോക്ക്. പിന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ പാചകങ്ങളും എന്തൊക്കെയാണെന്നുള്ളതും എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയ വിശേഷങ്ങളാണ്. സാരി എങ്ങനെ നന്നായി ഉടുക്കാം എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം രാവിലെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനും പോയി. രാവിലെ അവർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രാവിലെ പോയത്. അപ്പം ഇഡലിയും കടലക്കറിയായിരുന്നു, അതും കഴിച്ചിട്ട് അവരങ്ങ് പോയി. അവർ പോയപ്പോൾ അനക്കയില്ല. വീണ്ടും നമ്മൾ ശങ്കരൻ തെങ്ങേ തന്നെ. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും അവൻ്റെ കുടുംബത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ അല്ലേ? വരുന്ന സമയം സന്തോഷിക്കുക, പിന്നെയും അടുത്ത പ്രാവശ്യം വരുന്നത് നോക്കിയിരിക്കുക, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് സന്തോഷിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഞാനപ്പം നമ്മുടെ പതിവുള്ള ജോലികളൊക്കെ വീണ്ടും തുടങ്ങി. ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. രണ്ട് ഷോർട്ടൊക്കെ ഇട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഷോർട്ട് അല്ലേ? അങ്ങനെ രണ്ടുപേരുടെ ഒക്കെ കുടുംബം ഒക്കെ നമുക്ക് ഷോർട്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇഷ്ടംമാതിരി. ഇപ്പം ഞാൻ ചക്കക്കുരു ഒരുക്കുവാണേ, ഉച്ചക്കലത്തെ കറിക്കുള്ളത്. അവൾ പോയെല്ലാം കഴിഞ്ഞാണ് ഞാൻ റെഡിയാക്കാൻ എടുത്തത്. ചീര അവൾക്ക് കൊടുക്കാനുള്ളതില്ലായിരുന്നു. അവൾക്ക് വെക്കാൻ നല്ലതായിട്ട് തന്നെ കുറച്ച് വേണ്ടേ, കുറച്ച് കൊടുത്തു വിടണ്ടേ. അതുകൊണ്ട് ശകലം ചീരയും കൂടെ അവൾ പറഞ്ഞു വേണ്ട, എനിക്ക് ചീര വേണ്ടടി, ഇവിടെ ഇല്ല എന്ന് അവൾക്ക് കണ്ടല്ലോ. അപ്പം ഞാൻ ഉള്ളത് തന്നെ എടുത്തത് അവിയലിന് വേണ്ടിയിട്ട്, ചീര അവിയലിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അവളോട് അത് എടുക്കാമെന്ന്. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ചിരി ഉള്ളതുകൊണ്ട് അവൾ കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ അവൾ എനിക്ക് മാങ്ങ ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. എന്നോട് കിളിച്ചുണ്ട മാങ്ങ, അവൾക്ക് കിളിച്ചുണ്ട മാങ്ങ ഉണ്ട്, നല്ല മുട്ട മാങ്ങ. ഇതിപ്പോൾ ചെറുതാന്ന് അവൾ പറയുമായിരുന്നു. കിളിച്ചുണ്ട മാങ്ങ ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് 2-3 മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവൾ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരിയടി 2 മാങ്ങ കൊണ്ടുപോരെന്ന് പറഞ്ഞ്. എന്തായാലും അവൾ കൊണ്ടുവരും, ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവൾ അങ്ങനെ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ കിളിച്ചുണ്ട മാങ്ങയിട്ട് ചക്കക്കുരു കുറച്ചേറെ ഇവിടെ ഒരുക്കി മാറ്റി വെച്ചേക്കുന്ന ചക്കക്കുരു ഈ മാങ്ങയും കൂടി ഇട്ട് കറിയും വെക്കാം. ഇത് ചീര അവിയലിന് ഇച്ചിരി ചക്കക്കുരു കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിളിച്ചുണ്ട മാങ്ങയിട്ട് വേണം ഇന്ന് നമുക്ക് ചീര അവിയലിന് ഞാൻ ഇത് തന്നെ എടുക്കുന്നുള്ളൂ. അരിഞ്ഞിട്ട് കഴുകാം. അവിയലിന് ഇതേയുള്ളൂ. നല്ല മണമാണ് കിളിച്ചുണ്ടനല്ലേ, നല്ല മണ. ഇതേ മുള്ളുതായി കഴിഞ്ഞാൽ അവൾ പറയായിരുന്നു പുഴുവാ. അതെനിക്കറിയാവുന്ന, ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കരമായിട്ട് പുഴു വരുവേ. അപ്പൊ ചീര അവിയലിന് വേണ്ടിയിട്ട് നീളത്തിൽ നമുക്ക് കുറച്ച് എടുക്കാം. നല്ലതല്ലേ? നോക്കട്ടെ, പുളിയുണ്ടാവും. നല്ല പുളിയുണ്ട്, നല്ല പുളി. അപ്പം അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് അവിയലിനുള്ളല്ലോ, കുറച്ച് ചീര ഉള്ളായിരുന്നു. അപ്പൊ കുറച്ച് അവിയലിന് മതിയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങ അവിയലിന് എടുക്കാം. അതെല്ലാം പുളി ഭയങ്കര ആവുമല്ലേ. ഈ പിച്ചാത്തി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ 30 രൂപയുടെ പിച്ചാത്തി. അന്ന് മൂർച്ചയൊന്നും അറിയാവോ? ഞാനിപ്പോൾ ഇതേ ഉപയോഗിക്കത്തുള്ളൂ. വലിയ പിച്ചാത്തി ഒന്നും എടുക്കാം, കൈക്ക് സുഖം. മറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ ഉപ്പാട് തീരും. ശരിക്കും പറഞ്ഞാൽ കൈക്കൊക്കെ നല്ല വെയിറ്റ് ഉള്ളതൊക്കെ ഭയങ്കര പാടാല്ലേ. അന്നേരം നമ്മൾ ചീര അവിയലിന് വേണ്ടിയിട്ടാണ് ഈ മാങ്ങ കുറച്ച് മാറ്റുന്നത്. കുറച്ച് മതി, അല്ല ഭയങ്കര പുളിയാവും. ഇത് ചീര അവിയലിന്. ഇനി ചക്കക്കുരു മാങ്ങയും കറിക്ക് നമുക്ക് ചതുരത്തിലല്ലേ അരിയേണ്ടത്. അത് ചക്കക്കുരുവിനകത്തോട്ട് അരിഞ്ഞിടാം. പിന്നെ ചീരവിയലും ചക്കക്കുരു മാങ്ങയും കറിയും താറാമുട്ട മേടിച്ചിട്ടുണ്ട്, അതെടുത്ത് തോരനും വെക്കാം. അതാണ് ഇന്നത്തെ കറി. കൊച്ചിന് മീൻ വറക്കാനിരിപ്പുണ്ട്. ഞങ്ങളുടെ കായൽ വറ്റ. ഇന്നലെ എന്ത് രസമായിരുന്നു. 11:30 കിടന്നപ്പോൾ ഞങ്ങൾ ലൈവിലൊക്കെ അറിഞ്ഞുകൊണ്ട് വരാനാണ്. ഈ രാത്രിയിലൊക്കെ ഇതിനകത്തിന് ലൈവ് വരുന്നത് നിർത്തി ഞങ്ങൾ വരാഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് എന്നാണ് ലൈവ് ഭയങ്കര മടുപ്പാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇടയ്ക്കൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ലൈവിൽ കാണണമെന്നുണ്ട് കേട്ടോ. എൻ്റെ കോഴി മുട്ടയിട്ട് ഒച്ച കേട്ടോ, കരയുന്ന കേട്ടോ. അവള് സുന്ദരിക്കുട്ടിയാ. അവൾക്കറിയാം നമുക്ക് തലമുടിക്ക് വേണ്ടി കോഴിമുട്ട വേണമെന്ന്. ഞാൻ അവളോട് ഇന്ന് ചോദിച്ചായിരുന്നു, തലമുടിക്ക് മുട്ട ഇടാൻ പറ്റുമോ നിനക്കെന്ന് ചോദിച്ചപ്പോൾ സുന്ദരി പറഞ്ഞു, അമ്മ ഞാൻ മുട്ട ഇന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ മേലാഴിയൊക്കെ, മേലാഴി എന്ന് പറഞ്ഞ സൈനസിൻ്റെ ഇതൊക്കെ മാറിയിട്ട് വേണം മുട്ടയൊക്കെ ഇടാം. അമ്മ മുട്ട ഇട്ടൊന്നൊന്ന് നോക്കിയത്. മുട്ട ഇതിൻ്റെ കൂടെ ശകലം കൂടെ എടുത്തേക്കാവേ. ഇതും കൂടെ കുറച്ചും കൂടെ കറിക്കെടുക്കാം. മുട്ട ഇട്ടിട്ടാന്ന് തോന്നുന്നു കരയുന്ന ഇട്ടല്ലേ. കണ്ട, നമ്മളെ അറിയിച്ചതാ. അമ്മേ ജയാമ്മേ ഓടി വായോ, ഞാൻ മുട്ടയിട്ടേന്ന് പറഞ്ഞു.
പാവം ജയാമ്മ മുറ്റു സാധനം. ജയാമ്മയാണെങ്കിലോ ഒരു മൈൻഡ് അവളെ ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്നെ അടുത്തെന്നറിയാം. തീറ്റ പിന്നെ സ്ഥിരം നമ്മുടെ കൂട്ടിനകത്തുണ്ടല്ലോ, അവർക്ക് തീറ്റയ്ക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. കാക്കയുടെ പരിപാടി എന്നാന്നറിയോ, മുട്ട എടുത്തുകൊണ്ടങ്ങ് പോകും. അപ്പൊ അവള് നമ്മളെ അറിയിച്ചില്ലെങ്കിൽ നമ്മൾ അറിയുമോ അല്ലെ? എന്ത് സ്നേഹ. അയ്യോ, എന്റെ നീലമ്മയ്ക്കാണൊന്നും കൊടുത്തില്ല രാവിലെ കേട്ടോ. അപ്പവും ചപ്പാത്തിയും എല്ലാം ഇരിപ്പുണ്ട്. അവക്കും കൂടെ കൊണ്ട് കൊടുക്കട്ടെ. അവള് പ്രഗ്നന്റ് ആകുമ്പോൾ കേട്ടോ, അവക്കും കൊണ്ട് കൊടുക്കട്ടെ. ചീര കാണിച്ചട്ടെ. ഇതാണ് ചീര കണ്ട, കുറച്ച് തണ്ടടിയിലുണ്ട്. കഴുകിയെല്ലാം അരിഞ്ഞു വെച്ചേക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഞാൻ കുക്കറിനകത്ത് ഇടുന്നത്. ചിലവർ ഇന്നാളെ കണ്ടു ചോദിച്ചു ചീര എന്ത് വേഗം വേഗം ഞാൻ കുക്കറിന്. പക്ഷെ എനിക്ക് ആ വേവൊക്കെ അറിയാം. ഞാൻ കുക്കറിനകത്ത് ഇടുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് വരാവേ. അപ്പൊ ഞാൻ വിചാരിച്ച നമ്മുടെ ചക്കക്കുരു മാങ്ങയുടെ ഇതിങ്ങനെ കഴുകിയിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇട്ട് വെച്ചിട്ട് നമുക്ക് നീലമ്മയ്ക്കും ആഹാരം കൊടുക്കാമെന്ന്. അപ്പൊ പിന്നെ നീലമ്മയ്ക്ക് കൊടുക്കുമ്പം ഇത് ഇവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് ഷൂ വെക്കാറാവുകയല്ലേ. ഷൂ വെക്കാറാകുമ്പോ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ കുക്കറിൽ നമുക്കിങ്ങനെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്ത ചക്കക്കുരു മാങ്ങയും കൂടെ കുക്കറിലിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു ശകലം മുളക് പൊടി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ചക്കക്കുരു മാങ്ങ വെക്കുമ്പോൾ ഞങ്ങൾ പച്ചമുളക് ഇടാറില്ല കേട്ടോ, ഇച്ചിരി മുളക് പൊടി വരുന്നത്. അപ്പം നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവാൻ വെക്കാം. ഇത് നാട്ടിയിട്ട് വേണം അടുത്തതിനെ വെക്കാം. ഇച്ചിരി മുളക് പൊടി ഉപ്പ് കൂടി ഇട്ടിട്ട് വേഗം വെക്കട്ടെ. ഇനി നമുക്ക് ചക്കക്കുരു മാങ്ങ വേവിച്ച് വെച്ചു. ദാ അതിനുള്ള തേങ്ങ, ഈ ശകലം മഞ്ഞപ്പൊടി, ശകലം ജീരകം, ചുമന്നുള്ളി, ഇത്രയും കൂടെ നമുക്ക് അവനെ അങ്ങോട്ട് അരച്ചാല് ഈ ചക്കക്കുരു കറിയും ചീര അവിയലും എല്ലാം കൂടെ കൂട്ടി നമുക്കങ്ങ് ചോറുണ്ണാം അല്ലേ പിള്ളേരെ? നല്ല അടിപൊളിയാണ്. ഞാൻ ജീരകമാണ് ഇവിടെ കിടന്ന് തപ്പുന്നത്. ജീരകത്തിന് ആരോ തട്ടിക്കൊണ്ടുപോയില്ല, ജീരകം കിട്ടി. അപ്പം മഞ്ഞപ്പൊടി ഇട്ടു, ജീരകം ഇട്ടു, നേരെ ഇച്ചിരി ചോറുണ്ണണം കേട്ടോ. ഇങ്ങനെ പറയുന്ന ദിവസം ഉണ്ണത്തില്ല, ഒതിയോ ഉണ്ണത്തില്ല. പിന്നെ നമ്മൾ ഒരെണ്ണം കൂടെ വെക്കുന്ന താറാമുട്ട മേടിച്ചിട്ടുണ്ട്. അപ്പൊ താറാമുട്ട എടുത്ത് തോരനും വെക്കാം. അപ്പം ചുമന്നുള്ളിയും കൂടെ ഞാത്തൊട്ടിട്ട് അരച്ചോണ്ട് വരാം കേട്ടല്ലോ. അപ്പം നമ്മുടെ ഗ്യാസ് കുക്കറിന്റെ എയറൊക്കെ പോയി നമുക്ക് ചക്കക്കുരു മാങ്ങയും കൂടെ ഉടഞ്ഞോന്ന് നോക്കാം. സൂപ്പറായിട്ട് വെന്തു. പക്ഷെ ചക്കക്കുരു വെന്താലും ചിലത് മിഴിച്ചിങ്ങനെ കിടക്കും. കണ്ണും മിഴിച്ച് നമ്മളെ നോക്കിക്കൊണ്ട് ദയനീയ അവസ്ഥയിൽ ചില സമയം ചക്കക്കുരു കിടക്കും. പക്ഷെ ഒന്ന് ആ മിഴിപ്പൊന്ന് തട്ടിക്കൊടുത്താൽ, ആ മിഴി ഒന്ന് ഇമയൊന്ന് ഇങ്ങനെ അടച്ചു കൊടുത്താൽ അത് നല്ല വേഷിന് ഉടയും. ഇപ്പൊ ഉടഞ്ഞു, നല്ല സൂപ്പറായിട്ട് ഉടഞ്ഞു. ഉടഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ ഇരിക്കും, നമ്മുടെ കൈപ്രയോഗം പോലെ ഇരിക്കും ചക്കക്കുരുവിനൊക്കെ ഉടയ്ക്കണമെങ്കിൽ. ശരിയല്ലേ? അവര് നല്ല വൃത്തി കുറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അരപ്പെടുത്തോണ്ട് വരാൻ. നമ്മുടെ അരപ്പിട്ട് നമ്മളങ്ങ് കൊടുക്കുക. ഇച്ചിരി അരപ്പ് ഞാൻ വെള്ളത്തിലായിരിക്കും. കാരണം എന്നത് അധികം വെള്ളം ഒഴിക്കണ്ടല്ലോ. ഇവിടെ അമ്മയ്ക്ക് കുറെ ഇരിക്കുന്ന ചക്കക്കുരു കറി കാണാൻ കേൾക്കണ്ട. പക്ഷെ എന്റെ ചേട്ടന് ചക്കക്കുരു കറി കുറുകുന്ന ഇഷ്ടമില്ല, സാമ്പാറേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താണേലും രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ ഒരു കറി അങ്ങ് വെക്കും. അതാണ് എന്റെ പോളിസി. അങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടത്, ശരിയല്ലേ? പിന്നെ കൂടുതലും നമ്മൾ ആണുങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. അത് ഏത് കുടുംബത്തിലും അങ്ങനല്ലേ അല്ലേ? പക്ഷെ ചിലവര് കാണുമായിരിക്കും കേട്ടോ ആണുങ്ങൾക്ക് മുൻഗണനയൊക്കെ കൊടുക്കാത്തവര്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ കണ്ടു വളർന്നിരിക്കുന്നത് ആണുങ്ങൾക്കാണ് മുൻഗണന. ചില വീട്ടിൽ ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യയായിട്ട് കഴിയുന്നതാണ് അല്ലേ? നമ്മൾ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഉപ്പുണ്ടോ നോക്കട്ടെ. എന്താണെങ്കിലും ഇവിടെ ഭാര്യ ഭാര്യ തന്നെ, ഭർത്താവ് ഭർത്താവ് തന്നെ. ഇച്ചിരി കൂടെ ഉപ്പ് വേണേ. ഇച്ചിരി കൂടെ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു സുഖമുണ്ട്. നോക്കാം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം.
അങ്ങനെ കേട്ടെ. ഇപ്പൊ നല്ലതായി കേട്ടോ. ഈ കൈ ഒന്ന് കഴുകാം കേട്ടോ. ഒന്ന് തിളക്കല്ലോ കേട്ടോ. തിളച്ചാ പോയി നമ്മുടെ ജീവിതം. നമ്മുടെ ചക്കക്കുരു പോവും. ഇനി നമ്മൾ അത് ചൂടാകുമ്പോഴത്തെ ഇവിടെയും ചൂടാക്കിയേക്കാം. അതായത് കടുകും മുളകും കറിവേപ്പില, നമ്മുടെ കറിവേപ്പില എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും ഇട്ട് ഒന്ന് കടുക് വറുത്തിട്ട് ഇത് അപ്പോഴത്തേക്കും ഞൊരയും പതയും ഗുണമൊക്കെ ഇറങ്ങി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് കടുകിനെ എടുത്ത് മറിക്കാം. കയ്യും കഴുകിയിട്ട് വരാം. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുപ്പി വേറെ ഇഷ്ടമാതിരി ഇരിപ്പുണ്ട് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണ്ട വെളിച്ചെണ്ണ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും. നമ്മുടെ പോളിസി അതാണ് അല്ലെ. അപ്പൊ നമ്മുടെ കടുകും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലെ. കടുക്, ഉലുവ, ഞാൻ സ്പൂൺ കിടപ്പണ്ടേ, എന്നാലും കൈ കൊണ്ട് എടുക്കത്തുള്ളൂ. മുളക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത ഓ നമ്മുടെ ഗ്യാസിനൊരപ്പ്. ഗ്യാസ് ഇപ്പോഴായാലും കുറെ ദിവസം നിൽക്കും കേട്ടോ. സോളാർ വെച്ചിട്ട് ഗ്യാസിന് നല്ല ഇഷ്ടമാതിരി ദിവസം നിൽക്കുന്നുണ്ട് ഗ്യാസ്. സോളാറിൽ നിന്നുള്ള വെള്ളം ചെല്ലും നമ്മുടെ. അയ്യോ ചക്കക്കുരു മതി കേട്ടോ. ചക്കക്കുരു മതി. ഒരു പതയൊക്കെ വന്നു. ഇവൻ അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോ ഞാൻ ഗ്യാസ് ഒക്കെ എഴുതണേ. പൊട്ടിക്കഴിഞ്ഞാൽ അവനെ അങ്ങോട്ടേക്ക് ചരിച്ചിടാം. ചരിച്ചിങ്ങനെ ഇടാം. ഇന്നലെ ഞങ്ങൾ ഡാൻസ് കളിച്ചു, ഞാനും ചേച്ചിയും കൂടെ. അത് കയറി വരുന്നുണ്ട് ആ ഷോർട്ട്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാവും എന്ന് തോന്നുന്നല്ലേ. താലും വെട്ടില്ലേ നിങ്ങളങ്ങ് കളിക്കുവോ. ഡോഗ്സ് ഒക്കെ കരയും. അപ്പം ഇത് പൊട്ടിയിട്ട് നമുക്ക് ഇന്നിട്ടിട്ട് കാണാവേ. അപ്പം നമ്മുടെ കടുകെല്ലാം വറുത്തു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ എടുത്തോണ്ട് വന്നു. ചക്കക്കുരു കറിയെ നമുക്ക് ഇങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങോട്ടൊഴിച്ച് ഇത് തന്നെ കഴുകി എടുത്തോണ്ട് വന്നിട്ട് വേണം ചീരവിയലിനെ വെക്കാൻ. വേറെ കുക്കർ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ അങ്ങനെ എല്ലാം കൂടെ എടുക്കത്തില്ല. അപ്പൊ ഇതങ്ങ് നമുക്ക് കഴുകി വെക്കാമല്ലോ. നല്ലൊരു അടപ്പ് വിട്ട ചക്കക്കുരു കറി ഇതെനിക്ക് ഇഷ്ടമായി. കല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കഴുകിയെടുത്തോണ്ട് വരട്ടെ. അപ്പം ഒരു കറിയായേ. ഇനി അടുത്തത് നമ്മുടെ ചക്കക്കുരു അടിയിലിട്ട് കൊടുക്കാവേ ചീരവിയലിന്. നിങ്ങൾ അങ്ങനെയാണോ? ഒക്കെ പണ്ടുള്ളവരുടെ ഇതാണ്. ഓ ചുമ്മാതാ, എവിടെ ഇട്ടാലും വേഗമൊക്കെ ചെയ്യും. പിന്നെ നമ്മളിതൊക്കെ അങ്ങ് ഇടയ്ക്ക് നമുക്കും ഒന്ന് ചിലപ്പോൾ തോന്നും നമ്മളും ഇനി പണ്ടുള്ള ആൾക്കാരാകാൻ പോലെ. പിന്നെ നമ്മുടെ ചീരത്തണ്ടുണ്ടെങ്കിൽ അതും കൂടാണ് അടിയിലിടണേ എന്നും പറഞ്ഞ് നേരത്തെ ഒക്കെ പണ്ട് അമ്മ പറയുമായിരുന്നു. ചീരത്തണ്ടും ചക്കക്കുരും കൂടെ അടിയിൽ വേഗാൻ ഇട്ടേക്കണേന്ന് പറയും. ഇപ്പം നോമായി ചില ദിവസം എനിക്കും തോന്നും ആ ശരി അങ്ങ് അടിയിൽ ഇട്ടേക്ക. അതിന്റെ മേടി മാങ്ങ കഷ്ണവും നിരത്തിയിടും അല്ലേ. ഇച്ചിരി ഉപ്പ് ഇട്ട് ശകലം മുളക് പൊടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഇവനെ അങ്ങ് വേഗം വെക്കാം. അപ്പൊ അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ എടുത്തു, മഞ്ഞപ്പൊടി, 2 ജീരകവും മുമ്പത്തെ പോലെ തന്നെ ചുമന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ച് എടുത്തിട്ട് വരാവേ. അപ്പൊ നമ്മുടെ ചീര അവിയലിന്റെ ഏറൊക്കെ പോയി. ഇതിനെ നമുക്ക് നന്നായിട്ട് വെന്തോന്ന് നോക്കട്ടെ. ചക്കക്കുരു ഒക്കെ ഉടഞ്ഞില്ലെങ്കിൽ ചക്കക്കുരുവിനൊക്കെ ഉടച്ചു കൊടുക്കുക കേട്ടല്ലോ. ഉടഞ്ഞിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് അരപ്പും കൂടിട്ട് നമുക്ക് ഇറക്കി ഒന്ന് ചൂടാകാൻ വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ താറാമുട്ട തോരനും വെച്ചു, മീൻ്റെ വറക്കാൻ അടുപ്പത്ത് വെച്ചു. ഇനി അവനെ മറിച്ചിടക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് സാരിക്ക് ഈ ഞൊറുവെടുക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. എൻ്റെ കാട്ടായം കണ്ട് നിങ്ങൾ ഇതിനൊന്നും മുതിരണ്ട. കാരണം ചിലപ്പോൾ ഇതൊക്കെ റെഡി ആവണമെന്നില്ല. ഞാനിങ്ങനെയൊക്കെ ആട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഈ നല്ല വശം ഉണ്ടല്ലോ, നല്ല വശം അടിയിലാക്കിയിട്ട് ചീത്ത വശമാണ്
ഇങ്ങനെ കട്ടിലോട്ട് നിവർത്തിയിടും. കാണാലോ, നിവർത്തിയിട്ടിട്ട് എന്റെ ചേച്ചി ഉണ്ടല്ലോ, അവള് ഭയങ്കര മിടുക്കിയ കേട്ടോ ഇതിനൊക്കെ. നമുക്ക് ഇത്രയും മിടുക്കൊന്നുമില്ല, എന്നാലും ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരെണ്ണം കാണുന്നില്ല അല്ലേ, കുറച്ചുകൂടെ താത്ത് വെക്കട്ടെ ഫോണ്. ഇത് ചീത്ത വശാണ്, ഇത് ചീത്ത വശ ഇത്. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇങ്ങനെ എടുക്കുന്നു, പിന്നെ ഇങ്ങനെ ഇടുന്നു, പിന്നെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, പിന്നെ ഇങ്ങനെ ഇടുന്നു, പിന്നെ ഇങ്ങനെ എടുക്കുന്നു, പിന്നെ ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെ കണ്ട. എന്നിട്ട് നമ്മള് ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ ഒന്നിച്ചാക്കും. എന്നിട്ട് നല്ല വൃത്തിയില് തേക്കും. തേച്ചിട്ട് ഈ ഞൊറിവിനെ നമ്മള് പിൻകുത്തും. ഇവിടെ ഇങ്ങനെ 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 എടുത്ത് നല്ലായിട്ട് എടുത്ത് ഇവിടെ ഒരു പിൻ കുത്തും. എന്ത് ചെയ്യണ്ട പിന്നെ, ആഹാ പിന്നിനെ കാണുന്നില്ലല്ലോ, ഇവിടെ ഈ പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തും. അടിയിലായിട്ടേ കുത്തത്തുള്ളൂ കേട്ടോ, എന്നെങ്കിലേ ശരിയാവത്തുള്ളൂ. ഇങ്ങനെ കുത്തി വെച്ച നമ്മൾ ഇങ്ങനെ എടുക്കും. കണ്ട, ഇത് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. അതായത് ഇത്രയും ഭാഗത്തെ എങ്ങനെ എടുത്തെന്നാണ് ഇപ്പൊ കാണിച്ചു തന്നെ കേട്ടോ. കാണിച്ചു തരാം. കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ പാടാട്ടോ ഇങ്ങനൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് നമ്മള് കുത്തിയടം വെച്ച് ഇങ്ങനെ എടുക്കും. കണ്ട, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇവിടെ ഒരു സാധനം കാണിക്കട്ടോ. ഇങ്ങനെ ഇടുക, ഇങ്ങനെ നമ്മൾ ഇടും. കേട്ടാ, അത്ര വേണമെന്ന് വെച്ചാ അത്ര ഇങ്ങനെ ഇടും. ഇതൊക്കെ നമ്മുടെ വലിയാള് പഠിപ്പിച്ചു തന്നാ കേട്ടോ. കേട്ടാ, നമ്മുടെ വലിയാള് കേട്ടാ. അപ്പം എന്നിട്ട് ഈ ഇതുണ്ടല്ലോ, ഈ ഞൊറിവിന്റെ ഇവിടെ ഇത് ഇങ്ങനെ വേണ്ടിയവര് ഇങ്ങനെ വേണ്ടിയവര് ഇത് ഇങ്ങനെ ഇടുമ്പം ഇങ്ങനെ തുളയിലിടുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ട, ഇപ്പൊ നല്ല ഭംഗിയായിട്ടില്ലേ ഇവിടെ. അപ്പൊ നമ്മളിതാ പിൻകുത്തി ഇത്രയും കറക്റ്റാക്കി കറക്റ്റ് ഇത് ഉണ്ടാ. അപ്പൊ ഈ തോളത്തേക്കുള്ളത് റെഡിയാക്കി അങ്ങ് ഇടാം നമുക്ക്. അതവിടെ കിടക്കട്ടെ. ഇനി ബാക്കിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ നമ്മള് കുത്തേണ്ടിയത്, ഇതാണ്. ഇതിങ്ങനെ കിടക്കട്ടെ, ഇതിങ്ങനെ കിടക്കട്ടെ. ഇവിടെ അല്ലേ നമുക്ക് തുടങ്ങേണ്ടത് ഉടുത്തത്. അപ്പം നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കുത്തി ഇവിടെയും കുത്തി. എന്റെ സാരി ഉടുക്കലാട്ടോ, രണ്ട് വലിയ എക്സ്പെർട്ട് സാരി ഉടുക്കലല്ല ഇത്. ഞാൻ ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചു. ഇനി നമ്മള് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ വട്ടത്തി ചുറ്റി ഞാൻ അങ്ങ് എടുക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി എന്നെ കഴിഞ്ഞാട്ടോ. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞെന്നാണ് എൻ്റെ ഇത്. കേട്ടല്ലോ. എന്നിട്ട് നമ്മള് ഇതിങ്ങനെയല്ല തിരിച്ച് തുമ്പക്കെടുത്ത് മാറ്റാല്ലേ.
നമ്മൾ ഇങ്ങനെ എടുക്കണ്ടേ, ഇങ്ങനെ എടുത്ത ഇത് നമ്മൾ ഇങ്ങനെയാണ് ഒന്ന് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ തിരിച്ച് ഇവിടെ ഇങ്ങനെ നല്ലതായിട്ട് നമ്മൾ ഇടണം. ഇതാ ഇവിടെ നല്ല ഇതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് കുത്തി വെച്ചു. ബാക്കി എല്ലാം ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം ഇങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ തോളയില് നന്നായിട്ട് പല രീതിയിൽ നമുക്ക് തോളയിലിടാമല്ലോ, പല രീതിയിൽ ഇടാം. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് ഇവിടെ ഒക്കെ ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉടുക്കും ഞാൻ. പിന്നെ ഈ അറ്റം ഇങ്ങോട്ടാക്കി അത് ഉടുക്കാൻ പറ്റും. ഇങ്ങനെ നല്ല വൃത്തിയിൽ കടാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കുത്തി വെക്കണം. എനിക്ക് ഇതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട ആരും ഈ സാഹസത്തിന് ഒരുങ്ങില്ല കേട്ടോ. അതാണ് എനിക്ക് പേടി കാണിക്കാൻ. അപ്പം അത്രയ്ക്ക് വൃത്തിയാണ് ഓർത്തോ സാരി വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.